ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോണിൽ നമുക്ക് ബാർകോഡ് ഇല്ലാണ്ട് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. ഒത്തിരി പേര് ബാർകോഡ് ഇല്ലാത്തത് കാരണം പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊഡക്റ്റ് ഐ ഡിയിൽ എററാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആമസോണിൽ പ്രോഡക്റ്റ് വിൽക്കാൻ GTN അല്ലെങ്കിൽ UPC, EAN പോലുള്ള ബാർകോഡ് നമുക്ക് കമ്പൽസറി ആയിട്ട് വേണം. പക്ഷേ നമുക്കിപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലേബിൾഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് നമുക്ക് ബാർകോഡ് ഇല്ലാണ്ട് വിൽക്കാൻ സാധിക്കും. അല്ല, ഇപ്പോൾ നിങ്ങളൊരു ഒരു ബ്രാൻഡഡ് അല്ലാത്ത പ്രൊഡക്റ്റ്, അതായത് ബ്രാൻഡിൻ്റെ സ്റ്റിക്കറോ ലേബലോ ഒന്നും ഇല്ലാത്ത പ്രൊഡക്ട്സൊക്കെ നമുക്ക് ആമസോണിൽ നമുക്ക് GTN എക്സംഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് ആമസോൺ വഴി വിൽക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ബാർകോഡ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ ലിസ്റ്റ് ചെയ്യാം എന്നതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന സെല്ലേഴ്സിന് എല്ലാവർക്കും ഈ GTN പ്രോസസ്സ് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാറുണ്ട്. ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്? പലർക്കും ചെയ്യുന്ന ടൈമിൽ ഇറേഴ്സ് ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ ഇറേഴ്സൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 5 സ്റ്റെപ്പാണ് മെയിൻലി യൂസ് ചെയ്യുന്നത് GTN എക്സംഷൻ എടുക്കാനായിട്ട്. അപ്പോൾ 5 സ്റ്റെപ്സ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുന്നേ നമുക്ക് GTN നമ്പർ എന്താണെന്ന് ആദ്യം അറിയണ്ടേ. GTN നമ്പർ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ട്രേഡ് ഐറ്റം നമ്പർ എന്നാണ് ആക്ച്വലി GTNൻ്റെ ഫുൾ ഫോമായിട്ട് വരുന്നത്. ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ആക്കാൻ വേണ്ടി. അതായത് ഇപ്പോൾ ഒത്തിരി പ്രൊഡക്ട്സ് കാണുമല്ലോ, അപ്പോൾ പ്രൊഡക്റ്റൊക്കെ ഓരോ പ്രൊഡക്റ്റിന് അതിൻ്റെ യുണീക്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ബാർകോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 10 ഡിജിറ്റ് ഒരു ബാർകോഡ് എന്തോ ആണ് GTN എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആക്ച്വലി ആമസോണിനെ സംബന്ധിച്ച് ഇതൊരു ബാർകോഡ് മാത്രമല്ല. പക്ഷേ ആമസോണിൽ ഇത് വെറും ഒരു ബാർകോഡ് മാത്രമല്ല, ഇത് ഓരോ പ്രൊഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പർ കൂടിയാണ്. ഈ GTN നമ്പർ ഇല്ലാത്തവരാരും പേടിക്കേണ്ട കാര്യമില്ല. UPC കോഡൊന്നും ഇല്ലാത്തവർ പേടിക്കേണ്ട കാര്യമില്ല. നമുക്കിതൊന്നും ഇല്ലാണ്ട് തന്നെ GTN എക്സംഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിമിൻ്റെ കീഴിൽ തന്നെ നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ആമസോണിൽ നമുക്ക് സെല് ചെയ്യാനായിട്ട് മൊത്തത്തിലൊരു 3-4 ബാർകോഡാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒന്ന് UPC ബാർകോഡ്, വേറെന്ന് പറയുന്നത് ISBN, പിന്നെ EAN, പിന്നെ JAN എന്ന് പറയുന്ന ബാർകോഡാണ്. UPC ബാർകോഡ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 12 ഡിജിറ്റ് വരുന്നൊരു ബാർകോഡാണ്. ഇത് ആക്ച്വലി ലോകത്ത് നമുക്ക് എല്ലായിടത്തും, അതായത് ഇപ്പോൾ അമേരിക്കയിലായാലും കാനഡയിലായാലും എവിടെയായാലും നമുക്ക് ഈ ഒരു ബാർകോഡ് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ആക്ച്വലി നമ്മൾ ആമസോണിലും മിക്ക പേരും യൂസ് ചെയ്യുന്നതും GTN എക്സംഷൻ എടുക്കാത്ത മിക്ക ആൾക്കാരും പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത് UPC ബാർകോഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇത് നമുക്ക് പ്രൊഡക്റ്റ് മേടിച്ച് ഓൺലൈനായിട്ട് വാങ്ങാൻ സാധിക്കും ഈ ബാർകോഡുകളൊക്കെ. അതുപോലെ തന്നെ നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് ISBN എന്ന് പറയുന്ന ബാർകോഡാണ്. ഇത് 10 മുതൽ 13 ഡിജിറ്റ് വരുന്ന ഒരു ബാർകോഡാണ്. ഇത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് ബുക്കിന് വേണ്ടിയിട്ടാണ്. ഈ ബാർകോഡ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറ് ബുക്ക് വിൽക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് EAN എന്ന് പറയുന്ന ബാർകോഡാണ്. ഈ ബാർകോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂറോപ്യൻ മാർക്കറ്റിലാണ്. യൂറോപ്യൻ മാർക്കറ്റിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിലാണ് EAN എന്നുള്ളൊരു ബാർകോഡ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് JAN എന്ന് പറയുന്നതാണ്. ഇത് ആക്ച്വലി നമ്മൾ ജാപ്പനീസ് മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ജാപ്പനീസ് മാർക്കറ്റ് പ്ലേസിൽ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വെക്കുന്നുണ്ടെങ്കിൽ JAN എന്ന് പറഞ്ഞൊരു കോഡ് കമ്പൽസറി ആണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ഇപ്പോൾ GTN എന്താണ്, GTNൻ്റെ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ഐഡിയിൽ ഏതൊക്കെ കോഡാണ് വരുന്നത് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് GTN എക്സംഷൻ എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ GTN എക്സംഷൻ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അത് ബേസിക്കലി GTN എക്സംഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നിങ്ങളൊരു ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചൈനയിൽ എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് റീബ്രാൻഡ് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും GTN എക്സംഷന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവ് ആവുകയും ചെയ്യും. അല്ല, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു നൈക്കോ അല്ലെങ്കിൽ അഡിഡാസോ പോലുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് എടുത്തിട്ട് അതിന് GTN എക്സംഷൻ അപ്ലൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് റിജക്റ്റ് ആവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ലോഗോയോ ബ്രാൻഡ് നെയിമോ ഒന്നും ഇല്ലാത്ത പ്രൊഡക്ട്സാണ് നമുക്ക് പൊതുവിൽ GTN എക്സംഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് GTN എക്സംഷന് ആമസോണിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. GTN എക്സംഷൻ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ആമസോൺ സെല്ലർ സെൻറ്ററിൽ ലോഗിൻ ചെയ്യുക. അതായത് നിങ്ങളുടെ സെല്ലറിൻ്റെ അക്കൗണ്ട് ഉണ്ടല്ലോ, അതിലേക്ക് ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ 3 ഹാൻഡ് ബർഗർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കാറ്റലോഗിൽ പോവുക.
അവിടെ നിന്ന് ആഡ് പ്രൊഡക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം ഈ കീവേഡ് എന്നുള്ള ടാബിൻ്റെ അവിടെ നിങ്ങളിപ്പോൾ ഏത് പ്രൊഡക്റ്റാണോ വെക്കുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ പേര് സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ വാട്ടർ ബോട്ടിലാണ് ഞാൻ കൊടുക്കുകയാണ്, വാട്ടർ ബോട്ടിൽ 1 ലിറ്റർ. അപ്പോൾ നേരെ ഇങ്ങനൊരു കോളത്തിലേക്ക് വരും. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റ് എ ന്യൂ ലിസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതേ നമുക്കിവിടെ വാട്ടർ ബോട്ടിൽ ഇത് നമുക്ക് കോപ്പി ചെയ്ത് ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ കൊടുത്തു. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ടൈപ്പിൽ നമ്മുടെ ഏത് കാറ്റഗറി ആണെന്ന് പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വാട്ടർ ബോട്ടിലൊന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ആദ്യം കാണുന്ന ഈ വാട്ടർ ബോട്ടിലിൻ്റെ കിച്ചൺ, ഹോം ആൻഡ് കിച്ചൺ ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അത് കൊടുത്തതിന് ശേഷം അടുത്ത വേരിയേഷനാണ് കൊടുക്കുന്നത്, അത് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അടുത്ത ബ്രാൻഡ് നെയിം. അപ്പോൾ ഞാനിവിടെ ബ്രാൻഡ് നെയിമിൻ്റെ അവിടെ XTR സ്റ്റോർ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ബ്രാൻഡ് നെയിം. ഇതിലാണ് എനിക്ക് GTN എക്സെപ്ഷൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എക്സ്റ്റേണൽ പ്രൊഡക്റ്റ് ID ഇവിടെ ഞാൻ I do not have a product ID ടിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ വരും, ബ്രാൻഡ് നെയിം അപ്രൂവൽ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട്. കാര്യം XTR സ്റ്റോർ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം ആക്ച്വലി ആമസോണിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു നെയിമിൽ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് നമ്മൾ ആമസോണിൽ നിന്ന് അപ്രൂവൽ മേടിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ അപ്ലൈ ടു സെൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് വിൻഡോയിൽ, ഒന്നുകിൽ സൈഡ് വിൻഡോയിലായിരിക്കും ഇതുപോലെ വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു വിൻഡോയിൽ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇതുപോലത്തെ ഒരു ഫുൾ കോളം എല്ലാം ഒരു സെപ്പറേറ്റ് പേജിൽ വരും. മുമ്പ് അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇപ്പോൾ സൈഡിലാണ് വരുന്നത്. ആമസോൺ ഓരോ അവർ എവറി ഇയർ അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ സ്കീംസൊക്കെ. അപ്പോൾ നമ്മളത് ഡെയിലി അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ അവരിങ്ങനെയാണ്, എൻ്റെ ലാപ്പിൽ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങളുടെ ലാപ്പിൽ മേ ബി ഒരു സെപ്പറേറ്റ് സ്ക്രീൻ വിൻഡോ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെയും സെയിം പ്രോസസ്സ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ബോദർ ആവേണ്ട കാര്യമില്ല. ഇവിടെ ഇവർ ചോദിച്ചിരിക്കുന്നത് ഡോക്യുമെൻറ്റ് മസ്റ്റ് നീഡഡ് ഫോർ ദ ഫോളോയിങ് റിക്വയർമെൻ്റ് ആണ്. ഇവിടെ ഓപ്ഷനിലാണ്. ഇവിടെ ഇത് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ബ്രാൻഡ്, വെബ്സൈറ്റ് URL ഇതിൻ്റെ റിക്വയർമെൻ്റ് ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രാൻഡിൻ്റെ, നിങ്ങളുടെ ഏത് ബ്രാൻഡിൻ്റെ കീഴിലാണോ GTN എക്സെപ്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ബ്രാൻഡിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കാം. പക്ഷേ അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളിവിടെ എല്ലാ കോളവും ടിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ, ഇവിടെ ബേസിക്കലി 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഇമേജ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നിൽ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ബോക്സ്, ഇതിൽ രണ്ടിൽ എന്തെങ്കിലും കമ്പൽസറി ആയിട്ട് വേണം. നമ്മൾ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു ടേബിളിൻ്റെ പുറത്ത് വെക്കുക. പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ലോഗോ വേണം. ലോഗോ ഒരിക്കലും സ്റ്റിക്കർ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ റിജക്റ്റ് ചെയ്യും. ലോഗോ ഇംപ്രിൻ്റ് ചെയ്തിരിക്കണം പ്രോപ്പറായിട്ട്. അതിനകത്ത് ഇംപ്രിൻ്റ് ആയിട്ട് തന്നെ കാണണം ലോഗോ, അല്ലാന്നുണ്ടെങ്കിൽ ആമസോൺ റിജക്റ്റ് ചെയ്യും. പിന്നെ വേറൊരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഒന്നുകിൽ നമുക്ക് ടേബിളിൽ വെച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പിടിച്ചെടുക്കാം ഫോട്ടോ. ഇല്ല, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പ്രൊഡക്റ്റിൻ്റെ ബോക്സിനകത്ത് ലോഗോ ഇംപ്രിൻ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഉടായ്പ വഴിയാണ് നിങ്ങൾ എന്തെങ്കിലും ലോഗോ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും അവർ റിജക്റ്റ് ആവും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ബോക്സിൽ പ്രോപ്പറായിട്ട് പ്രിൻ്റുള്ള ബോക്സ്, ബ്രാൻഡിൻ്റെ ലോഗോ ഉള്ള ബോക്സ് തന്നെ നിങ്ങൾക്ക് വേണം. ഓക്കെ, ആ കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഒന്നിൽ പ്രൊഡക്റ്റ് ടേബിളിൽ വെച്ച് ഫോട്ടോ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോ അങ്ങനെ എടുക്കുക, ഒരു ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ വെച്ചെടുക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഇവിടെ ഒരു ഓപ്ഷനുണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ 2 ഫോട്ടോയും കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, ഏത് ഇമെയിലാണോ അത് നിങ്ങളിവിടെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഇവിടെ ഫോൺ നമ്പർ. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക.
അപ്പോൾ ഇത്രയാണ് പ്രോസസ്സ് ആമസോണിൽ വരുന്നത്. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിത്തിൻ ഒരു 48 hours നിങ്ങൾക്ക് ആമസോണിൻ്റെ ഭാഗത്തു നിന്നൊരു മെയിൽ വരും. ഓക്കെ, ഇന്ന ലൈക്ക് ഈ ഒരു പേരിൽ, അതായത് XTR സ്റ്റോർ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും. വൺസ് അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കാനായിട്ട് സാധിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പ്രൊഡക്റ്റ് ഐഡിയുടെ ആവശ്യമില്ല. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ GTN എക്സംപ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് അപ്ലൈ ചെയ്തത് എങ്ങനെ, നമുക്കിപ്പം നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തല്ലോ, ഇതിപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ പോയി ചെക്ക് ചെയ്യുന്നത്, ക്രോസ് ചെക്ക് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? അതായത് അപ്രൂവ് ആയോ ഡിസപ്രൂവ് ആയോ എങ്ങനെ അറിയും, അത് നമുക്ക് നോക്കണ്ടേ. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരെ ആമസോൺ സെല്ലർ സെൻറ്ററിലേക്ക് പോവുക. അവിടെ പോയിട്ട് കാറ്റലോഗിൽ വ്യൂ സെല്ലിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഏതിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ അപ്രൂവ് ആയെങ്കിൽ ഇവിടെ നമുക്ക് അപ്രൂവ് ആയെന്ന് കാണാൻ സാധിക്കും. അല്ല, അപ്പോൾ അണ്ടർ പ്രോസസ് ആണെങ്കിൽ അണ്ടർ പ്രോസസ് എന്ന് കാണിക്കും. റിജക്റ്റ് ആയെങ്കിൽ അതും ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഓരോന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ നേരെ പ്രോഡക്റ്റ് നേരെ ആഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം അപ്രൂവ് ആയല്ലോ, നേരെ ഇവിടെ ആഡ് പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് നേരെ നമുക്ക് വീണ്ടും പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ആമസോണിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ GTN എക്സെപ്ഷൻ എടുക്കാൻ ഹെൽപ്പ് വേണം, ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് സ്പൈസസ് ഒക്കെ വിൽക്കുന്നു, ഒത്തിരി പേര് നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് മെസ്സേജ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയ്ക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് അടുത്ത എന്ത് വീഡിയോ വേണമെന്നും കൂടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് എനിക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.